എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവത് കൃപയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇന്ന് 11ാം ദശകത്തിലെ 3ാം ശ്ലോകം നോക്കാം. ആ ഭഗവാനെ കാണാനുള്ള, വൈകുണ്ഠമൂർത്തിയെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ സനകാദികൾ വൈകുണ്ഠലോകത്ത് ചെന്നപ്പോൾ ആ 6 കവാടങ്ങളും കടന്ന് 7ാമത്തെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ താൻ ദ്വാസ്ഥൗ ജയഃ വിജയഃ അപി അരുന്ധാം തേഷാം ചിത്തേ കോപഃ പദം ആപ ച ഭൂമൻ സർവം ഭവത്പ്രേരണയാ ഏവ. നമുക്ക് ഈ 3ാമത്തെ ശ്ലോകത്തിൽ ആ സനകാദികൾ 4 പേരും കൂടി ആ ഭഗവാനെ കാണണം, ദർശിക്കണം, ആ ഒറ്റ ആഗ്രഹത്തോടെയല്ലേ വരുന്നത്. അവർ ഭവനം വിവിക്ഷുൻ, വിവിധ മതിൽക്കെട്ടുകൾ, അതായത് 6 മതിൽക്കെട്ടുകളുണ്ടെന്ന് 7ാമത്തെ അറയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഭഗവാൻ. അപ്പോൾ ആ ദ്വാസ്ഥൗ എന്ന് പറഞ്ഞാൽ ദ്വാരത്തിൽ, ആ വാതിലിന് അടുത്ത്, ദ്വാരം വാതിലാണ്. ദ്വാസ്ഥൗ ദ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്നവർ. ദ്വാസ്തൻ ജയസ്ഥാൻ വിജയോ അപി അരുന്ധാം, ജയനും വിജയനും തടഞ്ഞു, അരുന്ധാം തടഞ്ഞു. തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെയും മനസ്സിൽ, അതായത് തേഷാം അവരുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ സനകാദികളുടെ മനസ്സിൽ, തേഷാം ച ചിത്തേ അവരുടെ മനസ്സിലും. എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിലും എന്ന് പറഞ്ഞത്? അവരുടെ മനസ്സിലെന്ന് പറഞ്ഞത് അവർ ജന്മത്തിലെ ഭഗവത് ഭക്തി കൊണ്ട് നിറഞ്ഞവരാണ്. അവരുടെ മനസ്സിൽ അവർ മുനികുമാരന്മാരാണ്, ബ്രഹ്മചാരികളാണ്. ആ വേദത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവരെ ഗണിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ. അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല. അവർക്ക് ഭഗവത് ഭക്തി, ഭഗവാന്റെ വിചാരം മാത്രമേ ഉള്ളൂ, ഹരിചരണം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ള അവരെയാണ് തടഞ്ഞത്. പിന്നെ തടയാനൊരു കാരണമുണ്ട്. ഇവർ കുട്ടികളല്ല, 5 വയസ്സായവർ, ബ്രഹ്മചാരികൾ, മുനിമാർ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഈ ദ്വാരപാലകന്മാർ ചിരിച്ചെന്നാണ് വരാഹപുരാണത്തിൽ എഴുതിയിരിക്കുന്നത്. ചിരിക്കാൻ കാരണം അവർ ദിഗംബരന്മാരായിരുന്നു, വിവസ്ത്രന്മാരായിരുന്നു, കുട്ടികളല്ലേ. അതായത് വസ്ത്രമൊന്നും ധരിക്കാതെ ഇങ്ങനെ 4 പേരെ കണ്ടപ്പോൾ നമുക്കാണെങ്കിലും ചിരി വരത്തില്ലേ, അവരും ചിരിച്ചു, അത്രയേ ഉള്ളൂ. ആ ചിരിച്ചത് കൊണ്ടും തടഞ്ഞത് കൊണ്ടുമാണ്. ചിരിച്ചത് ഇവരെ വസ്ത്രമൊന്നുമില്ലാതെ കണ്ടതുകൊണ്ട്. പിന്നെ അവരെ തടയുക ചെയ്തപ്പോൾ ചിരിച്ചപ്പോഴും കോപമുണ്ടായി, തടയുകയും കൂടെ ചെയ്തപ്പോൾ, അതായത് ഭഗവാനെ കാണണം എന്നുള്ള ഒരൊറ്റ ഇച്ഛയോടുകൂടി എല്ലാ വാതിലുകളും ചാടിക്കടന്ന് ഈ മണിമന്ദിരങ്ങളും മനോഹരമായ തടാകങ്ങളും കാനനങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ കടന്നു വന്ന അവരൊന്നിലും ശ്രദ്ധിച്ചില്ല. അവരുടെ മനസ്സിൽ ഭഗവത് ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരങ്ങനെ ഓടിപ്പാഞ്ഞു വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തിയപ്പോൾ അവർക്ക് കോപം വരും. ഒന്നാമത്. രണ്ടാമത് ഇവർ ചിരിച്ചപ്പോൾ കോപം കുറച്ചും കൂടെ കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിലും തേഷാം ച ചിത്തേ അവരുടെ മനസ്സിലും കോപം വന്നു. അപ്പോൾ അവർക്ക് ഒരിക്കലും കോപം വരാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? മുനിമാരാണല്ലേ. അവർക്ക് രാഗദ്വേഷാദികളില്ലാത്തവരാണ് അവരുടെ മനസ്സിൽ. പിന്നെ അവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നവരാണ്. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന, ആ മനസ്സിനെ അവർ നിയന്ത്രിക്കുന്ന, അവർക്കെല്ലാത്തിലും ഇങ്ങനെ ശമം ദമം എല്ലാം ശീലിച്ചവരാണ് അവർ. അവർക്കെങ്ങനെ ദേഷ്യം വന്നു എന്നാണ്? സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അങ്ങനെയുള്ള അവർക്ക് പോലും കോപം വന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവത് പ്രേരണ ഏവ, ഒന്നുകൊണ്ട് മാത്രം, അതുകൊണ്ട് തന്നെയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്ത് നടക്കും എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അതായത് ഭഗവാനെ ദർശിക്കണം എന്ന ആഗ്രഹത്തിന് ഭംഗം വന്നു, അത് കോപത്തിന് കാരണമായില്ലേ. ആ കാമം സാധിക്കാതെ വന്നാൽ കോപം വരും. ഇനി കാമം സാധിച്ചാലോ നമുക്ക് ലോഭം ഉണ്ടാവും. ലോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കാമം, ക്രോധം, ലോഭം, ഇങ്ങനെയല്ലേ, ത്രിവിധമല്ലേ നമ്മുടെ മനസ്സിനെ ഈ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. കാമം സാധിച്ചാലോ നമുക്ക് കിട്ടിയതുകൊണ്ടൊന്നും പോരാ എന്നുള്ള ലോഭം ഉണ്ടാവും. പിന്നെയും വേണമെന്ന്. അത് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നുണ്ടല്ലേ, 10 കിട്ടുകിൽ 100 മതിയെന്നും 100 ആകിൽ 1000 മതിയെന്നും
1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യം എന്നതും അങ്ങനെ പറയുന്നില്ലേ? അപ്പോൾ അത് മനുഷ്യ സഹജമാണത് ഇല്ലേ, ലോഭം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ആ പോരാ എന്നുള്ള തോന്നൽ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഈ രാഗദ്വേഷാദികളെയെല്ലാം നിയന്ത്രിച്ച് മനസ്സിനെയെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന ഈ മുനിമാരാണ്. അവർക്ക് കോപം വരേണ്ട ആവശ്യമൊന്നുമില്ല. അവരതെല്ലാം അടക്കി നിർത്തി ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് അവർ സമചിത്തതയോടെ കാര്യങ്ങൾ കാണേണ്ടവരാണ്. പക്ഷേ സനകാദികൾക്ക് ഇവിടെ കോപം വന്നു. അതെന്തുകൊണ്ടാണ്? സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ, ഭഗവാനെ അവിടുത്തെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി ഈ നരകം, ഈ ശരിക്കും പറഞ്ഞാൽ ഈ നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ് കാമം, ക്രോധം, ലോഭം എന്നാണ് പറയുന്നിരിക്കുന്നത്. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കേട്ടോ. ആത്മനാശത്തിന് ഇത് കാരണമാകുന്നു. ഇതിൽ നിന്നും രക്ഷ നേടാൻ ഒന്നേ വഴിയുള്ളൂ. എന്താണ്? ഭഗവത് ജ്ഞാനം ഉണ്ടാവണം. നമുക്ക് ഭഗവാന്റെ ആ ജ്ഞാനം, അതായത് ആ തോന്നൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ, എല്ലാം ഭഗവാനാണെന്ന് തോന്നലുണ്ടായാൽ നമുക്കങ്ങനെ ഈ മോഹവും കോപവും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3-ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി 4-ാമത്തെ ശ്ലോകം നോക്കാം. 11-ാം ദശകത്തിലെ ഇതിൽ 11-ാം ദശകത്തിലെ ഈ 4-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. സനകാദികൾ ജയവിജയന്മാരെ ശപിക്കുകയാണ് ഈ കോപം കൊണ്ട്. നമുക്ക് നോക്കാം. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ഠൗ കഷ്ടം യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവതാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേമദുസ്ഥാൻ. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവതാശ്രയൗ തൗ നഹ ഹരിസ്മൃതി അസ്തു ഇതി താൻ നേമദുഹു. ഇവിടെ വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ, വൈകുണ്ഠലോകത്തിന് അനുചിതമാണിത്. എന്താണ്? ഈ കോപം വരുന്ന ആ പ്രവൃത്തി. അതാണോ? അത് മുനിമാർക്കിണങ്ങാത്ത പ്രവൃത്തിയാണ്. പക്ഷേ ഇവിടെ വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്തത് എന്താണ്? ഈ ദ്വാരപാലകന്മാർ ഈ സനകാദികളെ തടയുക എന്നുള്ളത് അനുചിതമാണ്. അതും ഭഗവാനെ കാണാൻ വന്ന ആ ഭക്തന്മാരെ തടയുക എന്നുള്ളത്, അതാണ് അനുചിതമായ. പ്രജേഷ്ഠവും പ്രവൃത്തികൾ ചെയ്യുന്ന, കഷ്ടവും യുവാം ദൈത്യഗതിം ഭജേതം, കഷ്ടവും ഇങ്ങനെയുള്ള കഷ്ടങ്ങളെ ഉണ്ടാകുന്നത്. അതായത് വൈകുണ്ഠ ലോകത്തിന് ചേരാത്ത പ്രവൃത്തികൾ, ഈ അനുചിത പ്രവൃത്തി ചെയ്ത, കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രൂരത എന്നാണ് ഉദ്ദേശിക്കുന്നത്. യുവാം ഈ ദുഷ്ടന്മാരായ ഈ നിങ്ങൾ രണ്ടുപേരും, അതാണ് യുവാം രണ്ടുപേരും, ദൈത്യഗതിം ഭജേതം അസുരന്മാരായി ഭവിക്കട്ടെ ഇങ്ങനെ ശപിച്ചു. ആ ജയവിജയന്മാർ ഇതി പ്രശപ്തൗ ഭവതാശ്രയൗ തൗ, ഭഗവത് ഭക്തന്മാരായ ജയവിജയന്മാരെയാണ് ശപിച്ചത്. അവരും ഈ സനകാദികളെ പോലെ തന്നെ തൃപ്പാദ ഭക്തന്മാരാണ്. ഹരിശരണം 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 എന്ന് മാത്രം വിചാരിച്ചു കഴിയുന്നവരാണ് അവരും. അതുകൊണ്ടാണ് ഭഗവാന്റെ ദ്വാരപാലകന്മാരായി ഭഗവത് സമീപത്ത് തന്നെ നിൽക്കാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ. അവരെ ശപിച്ചു. ഇങ്ങനെ നിങ്ങൾ അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. ഇവിടെ പറയുന്നുണ്ട്, ഇവരുടെ കഥയിൽ ജയവിജയന്മാരോട് പറയുന്നുണ്ട്, ഈ ഭഗവത് സ്മരണയോടെ 7 അത് അടുത്ത ശ്ലോകത്തിൽ പറയാം. അപ്പോൾ ഇവിടെ ഇവരെ ശപിച്ചു കഴിഞ്ഞിട്ട് ഒരു തൃപ്പാദ സ്മരണയോടെ 3 വർഷം അസുരന്മാരായിട്ട് ജീവിക്കുന്നോ, അതോ 7 വർഷം ഭഗവത് സ്മരണയില്ലാതെ നല്ലവരായിട്ട് ജീവിക്കുന്നോ എന്ന് ഇവർക്കൊരു ചോയ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജയവിജയന്മാർ ഉടനെ പറയുകയാണ്, ഞങ്ങൾക്ക് ആ പാദസ്മരണയോടെ ഭഗവത് സ്മരണയോടെ 3 വർഷം അസുരന്മാരായിട്ട് ജീവിച്ചാൽ മതി എന്ന്. ജന്മം, അതായത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ 3 ജന്മം എടുത്താൽ മതി, അല്ലെങ്കിൽ 7 ജന്മം സ്മരണയില്ലാതെ, അങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ 3 ജന്മം ഞങ്ങൾ ഭഗവത് സ്മരണയോടുകൂടി തന്നെ ഇരിക്കട്ടെ എന്നാണ് ഇവർ അനുവാദം വാങ്ങിക്കുന്നത്. ആ ഭഗവാനെ കാണുവാനായിട്ട് ഇങ്ങനെ ഭഗവത് സ്മരണ ഉണ്ടാവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ ഈ സനകാദികളെ അവർ നമസ്കരിച്ച് അവർ സങ്കടം ഉണർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വൈകുണ്ഠലോകാനുചിത പ്രദേശൗ കഷ്ടം യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവതാശ്രയൗ തൗ, അവർ രണ്ടുപേരും ആ ഭഗവാനെ ആശ്രയിച്ചു. ഹരിസ്മൃതിർനോസ്ത്വിതി നേപതുസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹരിസ്മൃതി, ഞങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണം എപ്പോഴും എന്ന്. ഇതി താൻ നേമതുഹു എന്ന് പറഞ്ഞ്
ഞങ്ങൾക്കിത് മാത്രം മതി എന്ന് പറഞ്ഞ് സനകാദികളെ നമസ്കരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന. ആ ഭഗവത് സ്മരണ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് സനകാദികളെ നമസ്കരിക്കുകയും ഭഗവാനെ കാണുവാൻ വരുന്നവരെ ഈ തടയുക എന്നുള്ളത് വൈകുണ്ഠലോകത്തിന് ചേർന്ന പ്രവൃത്തിയാണോ? അല്ലല്ലോ. അപ്പോൾ അത് ചെയ്തവർക്ക് വൈകുണ്ഠത്തിൽ നിൽക്കാൻ അർഹതയില്ല. അതുകൊണ്ടാണ് ശപിച്ചത് ഈ സനകാദികൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഭഗവത് സ്മരണയോടുകൂടി തന്നെ നിർത്താം. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. അതായത് 5-ാമത്തെ ശ്ലോകം. ഹരി ഓം ഹരിശരണം മമ.